അൻആം സൂറത്തിന്റെ 153 ആയത്തിൽ അള്ളാഹു പറയുന്നു, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു. നബിയെ പറഞ്ഞു കൊടുക്കി, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ഫത്തബിഊഹു, ഇതിനോട് നിങ്ങൾ പിൻപറ്റുക, വലാ തത്തബിഉസ് സുബുല, ഇതര മാർഗങ്ങളോട് ഇതര പ്രസ്ഥാനങ്ങളോട് നിങ്ങൾ പിൻപറ്റരുത്, ഫതഫറഖ ബിക്കും അൻ സബീലിഹി, നിങ്ങൾ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ വഴി പിഴച്ചു പോകും. അതുകൊണ്ട് ഇതര പ്രസ്ഥാനങ്ങളോട് നിങ്ങൾ പിൻപറ്റരുത്, ഈ സിറാത്തുൽ മുസ്തഖീമിനോടാകണം നിങ്ങൾ പിൻപറ്റേണ്ടത്. ദാലിക്കും വസ്സാക്കും ബിഹി, ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ള നിർദ്ദേശം ഇതാണ്. ഈ ആയത്ത്, ഈ സിറാത്തുൽ മുസ്തഖീമിനോട് പിൻപറ്റുക, ഇതര വഴികളോട് പിൻപറ്റരുത് എന്ന് നബിത്തങ്ങൾ പറഞ്ഞിട്ട് ആയത്ത് ഓതി കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? സ്വഹാബത്തിന് ഒരു വര ഇങ്ങനെ വരച്ചു, നേരൊരു വര ആദ്യം വരച്ചു കൊടുത്തു. എന്നിട്ട് അതിന്റെ ഇപ്പുറവും അപ്പുറവും വേറെ പല വരയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു. എന്നിട്ട് ആ നടുക്കയുള്ള ആ വര ചൂണ്ടിക്കാണിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹാദിഹി സബീലുല്ലാഹ്, ഇതാണ് അള്ളാന്റെ വഴി. അപ്പൊ അപ്പുറം ഇപ്പുറം വരച്ചതോ? അപ്പുറം ഇപ്പുറം വരച്ചത് ഹാദിഹി സുബുലുൻ, ഇതൊക്കെ വേറെ കുറെ പ്രസ്ഥാനങ്ങളാണ്, കുറെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള്, കുറെ വലതുപക്ഷ പ്രസ്ഥാനങ്ങള്. സെൻട്രലിലുള്ള വര, ആ വര വരച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാണ് അള്ളാഹുവിന്റെ സബീല്. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത് ഹാദിഹി സുബുലുൻ, ഇതൊക്കെ വിവിധ പ്രസ്ഥാനങ്ങളാണ്. എന്നിട്ട് റസൂല് പറയാണ്, അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ, ഓരോ പ്രസ്ഥാനത്തിനും ഓരോ ശൈത്താനും ഉണ്ടാകും, യദ്ഉ ഇലൈഹ, ആ ശൈത്താൻ ആളുകളെ വിളിക്കും, എന്നാ ഈ വരയിലേക്ക് വന്നോ, ഈ വരയിലേക്ക് വന്നോ, ഈ വരയിലേക്ക് വന്നോ എന്ന് പറഞ്ഞ് റൈറ്റിലും ലെഫ്റ്റിലുമുള്ള ഒരുപാട് വരകൾ, ആ വരകൾ പ്രസ്ഥാനങ്ങളാണ്, അതിലേക്ക് വിളിക്കാൻ ശൈത്താന്മാരുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തഫ്സീറുൽ ഖുർത്തുബി പറയുന്നു, ആരാണ് ഇടത്തും വലത്തുള്ള ആ വരകള്? അതാരാ? വഹാദിഹി സുബുലു തഉമ്മുൽ യഹൂദിയ്യത വന്നസ്രാനിയ്യത വൽമജൂസിയ്യത വഅഹ്ലൽ ബിദ്അഇ വസായിറ അഹ്ലിൽ മിലലി വഅഹ്ലിൽ ബിദ്അഇ വൽളലാലാത്ത്. ബിദ്അത്തിന്റെ കക്ഷികള്, ളലാലത്തിന്റെ കക്ഷികള്, യഹൂദികള്, നസാറാക്കള്, മജൂസികള്, ഇവരൊക്കെയാണ് റൈറ്റിലും ലെഫ്റ്റിലുമുള്ള ആ ഒരുപാട് പ്രസ്ഥാനത്തിന്റെ ആളുകൾ. ശരിയായ അള്ളാഹുവിന്റെ പ്രസ്ഥാനം സെൻട്രലിലുള്ള നേർരേഖയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ സൂറത്തുൽ അൻആമിന്റെ 153 ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന, ആയത്തൊക്കെ നോട്ട് ചെയ്യണം, സൂറത്തുൽ അൻആമിന്റെ 153 ആയത്തിൽ പഠിപ്പിക്കുന്നത് സെൻട്രലിലുള്ളതാണ് സുന്നത്ത് ജമാഅത്ത്, അപ്പുറവും ഇപ്പുറവും ഉള്ളത് ബിദ്അത്തിന്റെ കക്ഷികളാണ്. ആ ബിദ്അത്തിന്റെ കക്ഷികളിലേക്ക് ക്ഷണിക്കാൻ ഓരോ ലൈനിലും ഓരോ ശൈത്താന്മാരുണ്ട്, സൂക്ഷിക്കണം എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, അപ്പോ നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് ഇവര് പറഞ്ഞത് എന്താ? ഇസ്തിഹാസും തവസ്സുലും ഒന്നും പാടില്ല എന്ന്. എന്താ തവസ്സുല് എന്ന് പറഞ്ഞാല്? തവസ്സുല് എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോനെ, ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹക്ക് കൊണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹ് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ എന്ന്. ഇതാണ് തവസ്സുല്. കുട്ടികളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇസ്തിഹാസ, ഇസ്തിആനത്ത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ബദരീങ്ങളെ സഹായിക്കണേ, മുഹ്യിദ്ദീൻ ശൈഖയെ കാക്കണേ, റസൂലേ എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് ശുപാർശ തരണേ, ഇതാണ് ഇസ്തിഹാസ. ഈ ഇസ്തിഹാസയും തവസ്സുലുമാണ് ആദ്യമായിട്ട് എതിർത്തത്. ആരാ എതിർത്തത്? എതിർപ്പ് എന്നാ തുടങ്ങിയത്? മഹാനായ ഇമാം സുബ്ക്കി റളിയല്ലാഹു അൻഹു 756 വഫാത്തായ സുബ്ക്കി ഇമാം ഈ വിഷയത്തെ പറ്റി പറയാണ്.
അവിടുത്തെ ഷിഫാ ഉസ്സക്കാം എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ. ഇഴലം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിആനത്തു വതശഫഉ ബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം. തവസ്സുൽ ജായിസാണ്, നല്ലതാണ്. ഇസ്തിആനത്ത് ജായിസാണ്, നല്ലതാണ്. വതശഫഉ ബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റബ്ബിഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് റബ്ബിലേക്ക് ശുപാർശകരാക്കുക, അതും നല്ല കാര്യമാണ്. എന്നിട്ട് പറയുന്നു, അതിങ്ങനെ പറഞ്ഞു പോന്നിട്ട് പറയാണ്, വലം യുങ്കിർ അഹദുൻ ദാലിക മിൻ അഹ്ലിൽ അദിയാൻ. ഒരൊറ്റ മതമുള്ള ആളും ഇതിനെ വിമർശിച്ചിട്ടില്ല. വലാ സുമിഅ ബിഹി ഫീ സമനിൻ മിനൽ അസ്മാൻ. ഒരു കാലത്തും ഇത് എതിർത്തതായി കേൾക്കപ്പെട്ടിട്ടില്ല. ഹത്താ ജാഅ ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യ വരുന്നത് വരെ. അപ്പൊ എന്താ മനസ്സിലായത്? ഈ മുജാഹിദീങ്ങൾ ഓതുന്ന ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് തുടങ്ങുന്ന ഇന്ന് വഹാബികൾ ഓതുന്ന ഈ ആയത്ത് ഓതിയിട്ട് ഒരാളും തവസ്സുല് പാടില്ല, ഇസ്തിഗാസ പാടില്ല എന്ന് ഇബ്നു തൈമിയ്യ വരുന്നത് വരെ പറഞ്ഞിട്ടില്ല. അല്ലേ? ഇതല്ലേ ഈ പറഞ്ഞത്? ഇന്ന് വരെ ഒരാളും. അപ്പൊ ഈ ആയത്ത് പണ്ടേ ഖുർആനിലില്ലേ? അത് അന്നുള്ളവർ ആരും ആ ആയത്ത് ഓതിയിട്ട് ഈ ആയത്തിന്റെ അർത്ഥം ബദരീങ്ങളോട് ചോദിക്കാൻ പാടില്ല, മൊയ്തീൻ ശൈഖിനോട് ചോദിക്കാൻ പാടില്ല, നബിയെ കൊണ്ട് തവസ്സുലാക്കാൻ പാടില്ല എന്നാണ് ആർക്കും തിരിഞ്ഞില്ല. ആരും ഇത് എതിർത്തതായി കേൾക്കപ്പെട്ടിട്ടില്ല. ഹത്താ ജാ ഇബ്നു തൈമിയ്യ, ഇബ്നു തൈമിയ്യ വരുന്നത് വരെ. എന്നിട്ട് ഇബ്നു തൈമിയ്യ എന്താ കാട്ടിയത്? ഫതകല്ലമ ഫീ ദാലിക ബികലാമിൻ യുലബ്ബിസു ഫീ അലൽ ദുഅഫാഇൽ അഗ്മാർ. വിഡ്ഢികളായ പച്ചപാവങ്ങളായ സാധാരണക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചില വർത്താനങ്ങൾ അയാൾ പറഞ്ഞു എന്നതല്ലാതെ സലഫു സ്വാലിഹീങ്ങളുടെ കാലത്ത് ഇതൊന്നും വ്യക്തമാക്കി ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ കേൾക്കപ്പെട്ടിട്ടേ ഇല്ല എന്ന് ഹിജ്റ 700-കളിൽ മഹാനായ ഇമാം സുബ്ക്കി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ അതാണ് ഇസ്തിഗാസയും തവസ്സുലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശുപാർശകരായി സ്വീകരിക്കുക എന്നതും ഇബ്നു തൈമിയ്യ വരുന്നത് വരെ. അപ്പൊ ഇബ്നു തൈമിയ്യ എപ്പോഴാ വന്നത്? 700-ലാണ് ഇപ്പൊ സുബ്ക്കി ഇമാം ഇത് എഴുതുന്നത്. സുബ്ക്കി ഇമാമിന്റെ തൊട്ട് മുമ്പാണ് ആര് മരിച്ചു പോകുന്നത്? ഇബ്നു തൈമിയ്യ മരിച്ചു പോകുന്നത്. മനസ്സിലാവുണ്ടോ? തൊട്ടടുത്ത കാലത്താണ് സുബ്ക്കി ഇമാം വരുന്നത്. കാരണം സുബ്ക്കി ഇമാമിന്റെ ഉസ്താദൊക്കെ ജീവിക്കുന്ന കാലത്ത് ആരുണ്ട്? ഇബ്നു തൈമിയ്യ ഉണ്ട്. അപ്പോ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ഈ തവസ്സുലും ഈ ഇസ്തിഗാസയും ഇതിനെ എതിർത്തുകൊണ്ടാണ് കേരളത്തിലും വഹാബികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അപ്പോഴാണ് സമസ്ത ആ വിഷയത്തിൽ സമസ്ത രൂപീകരിക്കപ്പെട്ടതും അതിനു വേണ്ടിയിട്ട് ഉലമാക്കളെ സജ്ജമാക്കിയതും അവരെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നതും.